ഗവർണറും പിണറായി സർക്കാരുമായി നടക്കുന്ന യുദ്ധത്തിന് അറുതിയായെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപനത്തിന്റെ കരട് ഗവർണർ അംഗീകരിച്ചതോടെ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പിണറായി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപനത്തിൽ ഒരു ബോംബ് തന്നെ ഗവർണർ പൊട്ടിക്കുമെന്ന് ആരും കരുതിയതേയില്ല. ഇന്നത്തെ നിയമസഭയിലെ ഗവർണറുടെ പ്രവർത്തികൾ അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിയമസഭയിലെത്തി നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ വായിച്ചു നിർത്തി ഗവർണർ മടങ്ങുകയായിരുന്നു. നയപ്രഖ്യാപനത്തിലെ അവസാന പാരഗ്രാഫ് മാത്രമാണ് സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്ത ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചു തീർത്തത്. അതിനുശേഷം നയപ്രഖ്യാപനം അവസാനിപ്പിച്ചതായി പറയുകയും തുടർന്ന് ദേശീയഗാനം മുഴങ്ങുകയും ചെയ്തു. ഇതോടെ ഗവർണർ നിയമസഭയിൽ നിന്നും അതിവേഗം മടങ്ങുകയാണുണ്ടായത്. ഔപചാരികതയുടെ ഭാഗമായി ഗവർണറെ അനുഗമിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത് പോലും കാത്തു നിൽക്കാതെയായിരുന്നു മടക്കം. ഗവർണറുടെ അസാധാരണ നടപടിയിൽ സ്പീക്കർ അടക്കമുള്ളവരിൽ അമ്പരപ്പ് പ്രകടമായിരുന്നു. നേരത്തെ രാജ്ഭവനിൽ നിന്ന് നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത്. പൂച്ചെണ്ട് നൽകിയാണ് മുഖ്യമന്ത്രി വരവേറ്റതെങ്കിലും ഗവർണർ മുഖത്തു നോക്കി ചിരിക്കാനോ കൈകൊടുക്കാനോ നിന്നില്ല. തുടർന്ന് വേഗത്തിൽ സ്പീക്കറുടെ ഡയസിലേക്കെത്തി. ദേശീയഗാനം ആലപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നിരയിൽ നിന്ന് എല്ലാം ഒത്തുതീർപ്പായോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ എണീറ്റപ്പോഴായിരുന്നു ഇത്. തുടർന്ന് ഗൗരവഭാവത്തോടെ പ്രതിപക്ഷ ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ ആമുഖമായി കുറച്ച് വാചകങ്ങൾ പറയുകയും താൻ അവസാന ഖണ്ഡിക വായിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. അവസാന ഖണ്ഡിക വായിച്ച ഉടൻ തന്നെ ഗവർണർ നിയമസഭ വിട്ടിറങ്ങുകയും ചെയ്തു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച ഗവർണറുടെ അസാധാരണ നീക്കം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരുന്നു. ഇതോടെ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി ഉടക്കിൽ തന്നെ തുടരുന്നു എന്ന സൂചനയാണ് നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമായത്. ഗവർണർ എന്റെ സർക്കാർ എന്ന് പോലും പറയാൻ തയ്യാറായില്ലെന്നും അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം ഔദ്യോഗികമല്ലെന്നുമാണ് പ്രതിപക്ഷ MLA-മാർ പറയുന്നത്. ജനാധിപത്യത്തെ പ്രഹസനമാക്കുകയാണ് ഗവർണർ ചെയ്തതെന്ന് പ്രതിപക്ഷ MLA സണ്ണി ജോസഫ് പറഞ്ഞു. നയപ്രഖ്യാപനം വായിച്ചിരുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് കേൾക്കാനും സാധിക്കുമായിരുന്നു. അതേസമയം ജനുവരി 29, 30, 31 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം ഫെബ്രുവരി 5-ന് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 27 വരെ ആകെ 32 ദിവസമാണ് സമ്മേളനം.